ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 88, ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം യാദാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. യുവാമാമേവ ദ്വാവദിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദൃഷ്ടും സ്വയമഹം അകാർഷം ദ്വിജസുതാൻ നയേദം ദ്രാക്കേതാനിതി ഖലു വിദീർണാൻ പുനരമൂൻ ദ്വിജായാദായാദഃ പ്രണതമഹിമാ പാണ്ഡുജനുഷ. അന്വയം, അർത്ഥം. അധിക വിവൃതാന്തർഹിതതയാ, ഏറ്റവും തെളിഞ്ഞും മറഞ്ഞും സ്ഥിതി ചെയ്യുന്നതിനാൽ, വിഭിന്നന്മാരും, മാം ഏവ എന്നെ തന്നെ, യുവാം ദൗ നിങ്ങൾ രണ്ടുപേരെയും, സന്ദൃഷ്ടും സന്ദർശിക്കുന്നതിന്, അഹം ഞാൻ, സ്വയം തനിച്ച്, ദ്വിജസുതാൻ ബ്രാഹ്മണപുത്രന്മാരെ, അകാർഷം അപകരിച്ച്, ഏതാൻ ഈ കുഞ്ഞുങ്ങളെ, ദ്രാഗ് വേഗം, നയേതം കൊണ്ടുപോയാലും, ഇതി ഖലു എന്നിപ്രകാരം പറഞ്ഞിട്ട്, പുന പിന്നീട്, വിദീർണാൻ നൽകപ്പെട്ടവരായ, അമൂൻ ഈ കുട്ടികളെ, ആദായ കൈക്കൊണ്ടിട്ട്, പാണ്ഡുജനുഷ അർജുനനാൽ, പ്രണുതമഹിമ പ്രശംസിക്കപ്പെട്ട മഹത്വത്തോടു കൂടിയവനായി, ദ്വിജായ ബ്രാഹ്മണനായിക്കൊണ്ട്, അദാഹ കൊടുത്തു. ഹരി. സാരം: കൃഷ്ണനിലൂടെ വൈഷ്ണവമായ ബ്രാഹ്മമായ തേജസ് മുഴുവൻ പ്രകാശിച്ചപ്പോൾ അർജുനനിലൂടെ അത് അവ്യക്തമായി തന്നെയാണ് ഇരുന്നത്. പരമാത്മാവും ജീവനും തമ്മിലുള്ള സാദൃശ്യവും നിസാദൃശ്യവും അവർ തമ്മിലുണ്ടായിരുന്നു. വിഷ്ണുവിൽ നിന്ന് വേർപെട്ട് പൂർണ്ണാവതാര പുരുഷനായ ഭഗവാൻ കൃഷ്ണനെയും അംശാവതാരമായ അർജുനനെയും നരനാരായണന്മാരെ ഒന്നിച്ചു കാണുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ അപഹരിച്ചതെന്ന് അറിയിച്ചിട്ട് കുട്ടികളെ മടക്കി കൊടുത്തു. ഭഗവാൻ ആ കുട്ടികളെ കൈക്കൊണ്ടു. അർജുനന് ഭഗവത് തത്വ അവബോധം ഉണ്ടായി. ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ കുമാരന്മാരെ ബ്രാഹ്മണനെ കൊടുക്കുകയും ചെയ്തു. ഹരി. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ഏവം നാനാവികാരൈ ജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞഭേദൈരതുല വികൃതിഭി പ്രീണയൻ യേണ നേത്രാഃ ഭൂപാരക്ഷേപദംബാൻ പദകമലജുഷാം മോക്ഷണായാവതീർണഃ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാൻ യദുഷമനുജാതരുഷിത ത്വം വിലാസീ. അന്വയം, അർത്ഥം. ഏവം ഇപ്രകാരം, നാനാവിഹാരൈ പലതരം കീടകൾ കൊണ്ട്, ജഗത്തിനെ അഭിരമയൻ സന്തോഷിപ്പിക്കുന്നവനും, വൃഷ്ണിവംശം യദുവംശത്തെ പ്രപുഷ്ണൻ പോഷിപ്പിക്കുന്നവനും, യജ്ഞഭേദൈ പലതരം യജ്ഞങ്ങൾ കൊണ്ട്, ഈജാനക യജ്ഞം ചെയ്യുന്നവനും, അതുല വികൃതി സാദൃശ്യമില്ലാത്ത കീടകളാൽ, ഏണനേത്രാഹ സുന്ദരികളായ ഭാര്യമാരെ പ്രീണയൻ സന്തോഷിപ്പിക്കുന്നവനും, ഭൂഭാരക്ഷേപദംബാൻ
ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുകയെന്ന വ്യാജേന പദകമലജുഷാം തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് മോക്ഷണായ മോക്ഷത്തിനു വേണ്ടി യദുഷു യദുവംശത്തിൽ അവതരിച്ചവനുമായ തും അങ്ങേ സാക്ഷാൽ പ്രത്യക്ഷമായ പൂർണ്ണമായ ബ്രഹ്മയവ ബ്രഹ്മം തന്നെയാണ് മനുജതാരുഷിത മനുഷ്യരൂപത്തിൽ വിലാസി പ്രകാശിച്ചു എന്ന് മാത്രം. ഹരിവും. സാരം: ഈ രീതിയിൽ ദുഷ്ടന്മാരെ ഹനിച്ചും ശിഷ്ടന്മാരെ അനുഗ്രഹിച്ചും ഭഗവാൻ നടത്തിയ ലീലകൾ കൊണ്ട് ലോകത്തെ ആനന്ദിപ്പിച്ചു. സർവവിധമായ സമ്പത്തും നൽകി യദുവംശത്തെ പോഷിപ്പിച്ചു. അശ്വമേധം തുടങ്ങിയ യാഗങ്ങളാൽ ലോകത്തിന് ശ്രേയസ് നൽകിയും സുന്ദരിമാരായ ഗോപവനിതകളെയും 16,008 ഭാര്യമാരെയും ആനന്ദിപ്പിച്ചും സർവോത്കർഷേണ വാണ അവിടുന്ന് ശിഷ്ടാനുഗ്രഹത്തിനു വേണ്ടിയല്ല, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടുത്തെ അവതാരം എന്നു തീർച്ച. അവിടുന്ന് പ്രത്യക്ഷമായ പൂർണ്ണ ബ്രഹ്മമാണ്. ആകൃതി മനുഷ്യൻ്റേതായി അങ്ങ് ഇത് കുലത്തിൽ ശോഭിച്ചു. ഹരിവും.